കൊടുവള്ളിയിലും വടകരയിലും LDF സ്ഥാനാർത്ഥികളിൽ ഏകദേശ ധാരണയിലേക്ക് എത്തിയിരിക്കുന്നു. കൊടുവള്ളിയിൽ LDF സ്വതന്ത്രനായി RJDയിലെ സലിം മടവൂരും വടകരയിൽ RJD കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് MK ഭാസ്കരനും മത്സരിക്കാനാണ് സാധ്യത. കോഴിക്കോട് നിന്ന് KT വിബീഷ് വിവരങ്ങൾ നൽകും. വിബീഷ്, തർക്കങ്ങളില്ലാതെ തന്നെ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞോ? കോഴിക്കോട് ജില്ലയിൽ 2 സ്ഥലങ്ങളിലാണ് LDFന് സ്ഥാനാർത്ഥികൾ ഇനി ആവാനുള്ളത്. 13 11 സ്ഥാനാർത്ഥിയായി കഴിഞ്ഞു. ഇതിൽ കൊടുവള്ളിയിലും അതുപോലെ തന്നെ വടകരയിലുമാണ് സ്ഥാനാർത്ഥികളാകാനുള്ളത്. കൊടുവള്ളിയിൽ LDF ഇപ്പോൾ സലിം മടവൂരിനെ, അതായത് അദ്ദേഹം RJDയുടെ നേതാവാണ്, RJDയുടെ ജനറൽ സെക്രട്ടറിയാണ്. RJDയുടെ നേതാവായ സലിം മടവൂരിനെ രംഗത്തിറക്കാനാണ് ഇപ്പോൾ ആലോചിച്ചിരിക്കുന്നത്. അദ്ദേഹവുമായി അനൗപചാരികമായ ചർച്ച നടത്തി കഴിഞ്ഞു. അദ്ദേഹം ഒരുപക്ഷെ LDFന്റെ പൊതു സ്വതന്ത്രനായി ഇക്കുറി കളത്തിലിറങ്ങിയിലേക്കും. മറ്റൊരു ആലോചന കൊടുവള്ളിയിലെ തന്നെ ലീഗിൻ്റെ പ്രാദേശിക നേതാവായിരിക്കുന്ന സൈനുൽ ആബിദീൻ തങ്ങളെ ഇടതുപാളയത്തിൽ എത്തിക്കാനുള്ള ആലോചനകളും അണിയറയിൽ നടക്കുന്നുണ്ട്. അദ്ദേഹം ഇടതുപാളയത്തിലേക്ക് വരുമോ എന്ന കാര്യത്തിൽ ഉറപ്പില്ല. അത്തരത്തിൽ ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട്. അദ്ദേഹം താമരശ്ശേരി പഞ്ചായത്തിൻ്റെ മുൻ പ്രസിഡന്റ് ആയിരുന്നു. അതേപോലെ തന്നെ ഫ്രഷ് കട്ട് സമരം, അവിടെ വലിയ സമരം നടക്കുന്ന ഒരു ഘട്ടവും അവർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും എന്നെല്ലാം പറഞ്ഞിരുന്നു. അവരുടെ ഒരു പിന്തുണ കൂടി സൈനുൽ ആബിദീൻ തങ്ങൾക്കുണ്ടാവും എന്ന് കരുതുന്നു. ഈ തരത്തിലാണ് കൊടുവള്ളിയിലെ ചർച്ചകൾ നടക്കുന്നത്. മറ്റൊന്ന് വടകരയിലാണ്. വടകരയിൽ RJDയുടെ സീറ്റാണ്. RJDക്ക് വേണ്ടിയിട്ട് ഇക്കുറി പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റായ MK ഭാസ്കരൻ്റെ പേരാണ് ഏറ്റവും കൂടുതൽ ഉയർന്നു കേൾക്കുന്നത്. ഭാസ്കരൻ തന്നെ അവിടെ സ്ഥാനാർത്ഥിയാവും എന്നാണ് പറയുന്നത്. അതേസമയം LDF നേതൃത്വത്തിൽ നിന്ന് ശ്രേയംസ് കുമാർ സ്ഥാനാർത്ഥിയായി വരണം എന്ന തരത്തിലുള്ള ആലോചനകളും അഭിപ്രായങ്ങളും ഉയരുന്നുണ്ട്. ഭാസ്കരന് തന്നെയായിരിക്കും മുഖ്യ പരിഗണന എന്നാണ് ലഭ്യമാവുന്ന വിവരം.